തളയ്ക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ നടക്കില്ല. ഇവിടെ ഞാനെന്ന് ഒരുത്തിയുണ്ട്. എന്നോട് കുറച്ചെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ ഇറങ്ങി പോകുമായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഞാനത് സംസാരിച്ച് പരിഹരിക്കും. നിങ്ങളാര്? കോടതിയിലോ ജഡ്ജോ? ചുമ്മാതിരിക്കും. പക്ഷേ നീ നല്ല വക്കീലാണ്ടവള. അമ്മാതിരി പോയിന്റ് അല്ലേ പറയുന്നത്? എന്റെ സച്ചേട്ടാ, ഞങ്ങൾ തമ്മിൽ വലിയ യുദ്ധമൊന്നും നടന്നിട്ടില്ല. എനിക്ക് പനിയാ, നീ എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോ അത് കേൾക്കാത്ത ശ്രീകാന്ത് ജോലിക്ക് പോയി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. അവൻ വന്ന് വിളിച്ചപ്പോഴേ എന്റെ ദേഷ്യം മാറി ഞാൻ അവന്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു. ഈ വിഷയം ഇവിടെ തീർന്നില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൂമിൽ തീർത്താ പോരെ? എന്തിനാ പെട്ടിയെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോയത്? ഞാനും സുധിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് റൂമിൽ തന്നെ തീർക്കും. അല്ലാതെ പിണങ്ങി ഞാൻ എന്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ടാവോ? പാർലത്തി, നിന്റെ അമ്മ ഇവിടെ പറയുമ്പോ അങ്ങ് മലേഷ്യയിലല്ലേ? അവിടെ അമ്മയില്ല, അച്ഛനാണെങ്കിൽ അങ്ങോ ജയിലും. അപ്പൊ പണങ്ങിപ്പോയാ ജയിലിൽ പോണ്ടി വരില്ലേ? അങ്ങളെ, എന്റെ അച്ഛനെ കുറിച്ച് പറയലെന്ന് വെച്ച് പറ. പക്ഷേ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്നൊന്നും അച്ഛന് പ്രശ്നമല്ല. പക്ഷെ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോയാ മോളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താ കരുതാ? ഈ വീട്ടിൽ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിന്നെ നന്നായിട്ട് നോക്കുമെന്നൊക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളല്ലേ? അയ്യോ അങ്കിൾ, ഞാൻ അവരോട് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ചുമ്മാ വന്നതെന്നാ ഞാൻ പറഞ്ഞ. അങ്കിളെ, ഇത് എന്റെ ഫാമിലിയാ. നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. ഇപ്പോഴാണോ ഇത് നിന്റെ കുടുംബമായത്? ഇറങ്ങി പോകുമ്പോ ഇത് നിന്റെ കുടുംബം അല്ലായിരുന്നോ? എന്തായാലും പെട്ടെന്ന് വന്നല്ലോ. അത് പിന്നെ ശ്രീകാന്ത് വീട്ടിലൊന്ന് കരഞ്ഞതുകൊണ്ടാ. അയ്യേ, അല്ല എന്ത് കഷ്ടമാണ്. ഞാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, സോറി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവനെന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. എന്താ ഇത് നോക്ക്. നോക്കാജി, മോതിരോ? വെറും മോതിരല്ല, ഡയമണ്ട് മോതിരം. ഡയമണ്ടാ? ഇതേ ശ്രീകാന്ത് എനിക്ക് സമ്മാനിച്ചതാ. ഡയമണ്ട് മോതിരോ? അതെ. എന്താണോ നീ കാണിച്ച? മാറ്റാൻ ഞാൻ ആൽബി മുല്ലപ്പോ കൊടുക്കാറ്. ഇതിപ്പോ ഡയമണ്ട് മോതിരം നീ വാങ്ങി കൊടുത്തില്ലേ? ഇനിയിപ്പോ ഞാൻ കൊടുക്കണ്ടേ? പേടിക്കണ്ട, എനിക്ക് ആൽബി മുല്ലപ്പൂ തന്നെ മതി. അതിന് അല്ല, ഡയമണ്ട് മോതിരം തരേണ്ട അളവിലൊന്നും നമ്മൾ വഴക്കടിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ സുധി കുറെ വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വാങ്ങിക്കാം. മോതിരം എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷേ സൂപ്പർ. ഇതുപോലെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരും കഴിയണം കണ്ടാ മതി. അങ്കിൾ, എനിക്ക് പനി മാറിയിട്ടില്ല, ഞാൻ ചെന്ന് കിടക്കട്ടെ. ശരി മോളെ. ശ്രീകാന്തേ, ഒന്നിങ്ങി വന്നേ. സൗകര്യം കൊടുക്കൂല. എന്തിനാ വിളിച്ചിട്ട് പോണെന്ന് ഊഹിക്കാലോ. കഴി തുറക്കാനാവൂ. എന്താ നിനക്ക് ബുദ്ധിയില്ലേ? അതോ നിന്റെ ബുദ്ധി കെട്ടുപോയോ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നീ അവളുടെ വീട്ടിൽ പോകരുത്, അവളെ കൂട്ടിക്കൊണ്ട് വരരുത്. അവളായിട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നീ എന്താ കാണിച്ചേ? എന്റെ വാക്ക് വില വെക്കാതെ അവളുടെ വീട്ടിൽ ചെന്ന് പുന്നാര വർത്താനം പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വന്നു. അവളുടെ ദേഷ്യം തണുപ്പിക്കാനായി മോതിരം വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ കൊണ്ടാ അവള് നിന്നെ വില വെക്കാത്ത. ഇനിയോട്ട് വില വെക്കാനും പോകുന്നില്ല. ഭർത്താവാണത്രേ ഭർത്താവ്. ഇനി മോതിരം കിട്ടാൻ വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പിണങ്ങി വഴക്കിട്ട് അവളുടെ വീട്ടിൽ പോകും. നീ നോക്കിക്കോ, അത്രയ്ക്ക് സൂത്രശാലി അവള്. അമ്മ, അവളുടെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല ഞാൻ അവൾക്ക് മോതിരം വാങ്ങിക്കൊടുത്തേ. റെസ്റ്റോറന്റ് ഓണർ കുറച്ച് ക്യാഷ് തന്നു. കയ്യിൽ ക്യാഷ് വന്നപ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തേ ഉള്ളൂ. എടാ, കാശ് കിട്ടിയെങ്കിൽ അത് നിന്റെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ എനിക്ക് തരണം. എന്തിനാ ഇവൾക്ക് മോതിരമൊക്കെ വാങ്ങിച്ചു കൊടുത്തേ? ആവശ്യത്തിനുള്ളത് അവളുടെ അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാലേ നിന്റെ തലേ കയറി അവള് ഡാൻസ് കളിക്കും. അവളുടെ വീട്ടിൽ പോകരുത്, കാണരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ നീ പോയത്? നീ ഞാൻ പറഞ്ഞ കേക്കില്ലല്ലേ? അമ്മ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പോകുന്നില്ലെന്ന് കരുതിയതാ. അമ്മ വിളിച്ചതിന് ശേഷം രേവതിയുടെ തന്നെ വിളിച്ചു. അവളെന്തിനാ നിന്നെ വിളിച്ചേ? പിണങ്ങിയിരിക്കുന്ന നല്ലതല്ല, പോയി വർഷം കൂട്ടിക്കൊണ്ടുവന്ന് എടുത്ത് എന്നോട് പറഞ്ഞു. എന്നെ ഉപദേശിച്ചു. പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ രേവതി വർഷം തമ്മിൽ മിണ്ടാറില്ലല്ലോ. അവര് തമ്മില് വഴക്കടിച്ച് പണങ്ങിയിരിക്കല്ലേ? പിന്നെന്തിനാ അവൾ അങ്ങനെ പറഞ്ഞേ? അവര് തമ്മിൽ മിണ്ടാറില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് എടുത്ത് എങ്ങനെ പറഞ്ഞതാ. അപ്പൊ എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ നിന്നോട് അവളെ ചെന്ന് കാണരുതെന്ന് പറഞ്ഞത്. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല, പോകട്ടെന്ന് അവള് പറഞ്ഞത് കേട്ടു. അമ്മേ, രേവതി എടുത്ത് കുറ്റപ്പെടുത്തണ്ട. ഇതിന്റെ പേരിൽ എടുത്ത് വഴക്കുറയും ചെയ്യരുത്. ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാ എടുത്ത് എങ്ങനെ പറഞ്ഞേ. ഈ വീട്ടിലെ ഭരണം നിന്നെ ഏൽപ്പിച്ചായിരുന്നോ? നീ പിന്നെ ആളാണെന്നുള്ള ധാരണയുണ്ടോ? നീ നിന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാനതിനെന്താ ചെയ്ത്? നീ ഇതിനെ ശ്രീകാന്തിനെ വിളിച്ച് വർഷയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ. ആ വിഷയം വലുതാവാതിരിക്കാൻ വേണ്ടിയാ അങ്ങനെ പറഞ്ഞേ. നീ അത് പറയേണ്ട ആവശ്യം എന്താ? ആ വിഷയത്തില് നീ എന്തിനാ ഇടപെടുന്നത്? എന്റെ അമ്മ, അത് ഞാൻ എന്റെ മോനെ ആ വീട്ടിൽ പറഞ്ഞയച്ച് കാല് പിടിപ്പിച്ചിരിക്കുന്നു അവള്. എന്റെ കുടുംബത്തിന്റെ മാനം പോയി. അമ്മ, ഭാര്യയോട് സോറി പറഞ്ഞ മാനം പോവോ? വർഷം അന്യൊന്നും അല്ലല്ലോ, ഈ വീട്ടിലെ കുട്ടി തന്നെ അല്ലേ? അവര് തമ്മിലുള്ള പ്രശ്നമേ ഞാൻ പരിഹരിക്കുമായിരുന്നു. നീ എന്തിനാ ഇടപെട്ടെ? ആ പ്രശ്നം പരിഹരിക്കാനല്ല, കൂടുതൽ വഷളാക്കാൻ അമ്മ നോക്കുക. അതുകൊണ്ടാ ഞാൻ ഇടപെട്ടെ. കുറെ കാലമായി നീ തുടങ്ങിയിട്ട് എന്നെ സൈഡാക്കി നീ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എന്റെ അമ്മ, നല്ലതിന് വേണ്ടിയല്ലേ ഞാനിത് ചെയ്തേ? ഇപ്പൊ തന്നെ നോക്ക്, വർഷയുടെ ശ്രീകാന്തിനെയും പിണക്കം മാറിയില്ലേ? അവരുടെ മുഖത്ത് സന്തോഷം അമ്മ കണ്ടതല്ലേ? ദേ, ഇനി മേല രേവതി നല്ല കാര്യമല്ലേ ചെയ്തേ? അവള് പറഞ്ഞതുകൊണ്ട് ശ്രീകാന്ത് വർഷം കൂട്ടിയിട്ട് വന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നല്ലോ ഇവിടെ ആകെ പ്രശ്നമാവുന്നില്ലേ? ആളിക്കത്തണം തീയ രേവതി മോള് കിടത്തിയ അതും കുറ്റായി അല്ലേ? എന്ത് കഷ്ടം. എന്തേ അച്ഛാ, അമ്മയുടെ മനസ്സിൽ ചില പ്ലാൻ ഉണ്ടായിരുന്നു. രേവതി കാരണം അതൊന്നും നടന്നില്ല. അതിന്റെ വൈറ്റരിച്ചില്ല, പാവം തോറ്റുപോയി. രേവതി, നീ ഇതൊന്നും കാര്യാക്കണ്ട. ദേ, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് കളഞ്ഞാൽ മതി. ആരെന്ത് വന്നാലും നീയാണ് ഈ വീടിന്റെ ഐശ്വര്യം. അത് മതി. നീ ഇങ്ങോട്ട് വന്നേ, വാ. അമ്മ അങ്ങനെ പലതും പറയും.
നീ അതൊന്നും കാര്യമാക്കണ്ട പോയി പണി നോക്കാൻ പറ. ചന്ദ്രേ, അമ്മയായ നീ ചെയ്യേണ്ട കാര്യം രേവതി ചെയ്തേ. അവരിവിടെ കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവർക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ വലുതാക്കിയിട്ട് അവരെ പിരിക്കാൻ നോക്കരുത്. അമ്മയാണത്രേ. അമ്മ പ്രായം ഇത്ര ആയില്ലേ, നീങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? എടാ സച്ചി, ഇന്ന് രാത്രി ഞാൻ നിന്റെ ഫോൺ എടുത്തിരിക്കും. ഈ പൊടി കലർത്തിയ പാല് കുടിച്ചാ നീ പെട്ടെന്ന് ഉറങ്ങും. നിന്റെ ബോധം പോയതുപോലെ ആവും. നാളെ ഏറെ വൈകിയ നീ ഉണരും. ചിലപ്പോ ഉറങ്ങി എഴുന്നേക്കാൻ നട്ടുച്ചയാവും. ഇപ്പൊ രേവതി അവന് വേണ്ട പാല് ചൂടാക്കുക. ഈ പൊടി എങ്ങനെയെങ്കിലും അതിൽ കലർത്തണം. എന്താ ശ്രുതി, എന്തെങ്കിലും വേണോ? ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. ദേ ഇരിക്കുന്ന വെള്ളം. രേവതി പാല് തിളപ്പിക്കാണോ? അതെ, സച്ചിന് വേണ്ടിയാ. എന്തേ, നിനക്ക് വേണോ? എനിക്ക് വേണ്ട. രേവതി, ടെറസിലെ തുണി ഉണങ്ങാനിട്ടത് എടുത്തില്ലേ? വൈകുന്നേരം എടുത്തല്ലോ. ആണോ? കുറച്ചവിടെ കണ്ടതുപോലെ തോന്നിയിരുന്നു. ഇല്ല, ഞാൻ എടുത്തതാ. എല്ലാം എടുത്തു കാണില്ല, വിട്ടുപോയി കാണും. അവിടെ ഉള്ളതേ ആന്റിയുടെ സാരിയും ബ്ലൗസും ഒക്കെ ആണെന്ന് തോന്നുന്നു. അയ്യോ ഈശ്വര, ഞാൻ എടുക്കാൻ വിട്ടുപോയോ? അമ്മ അറിഞ്ഞ വഴക്ക് പറയല്ലോ. ഞാനേ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം. പാല് തിളച്ചൊന്ന് വാങ്ങി വെച്ചേക്കണേ. ശരി. സച്ചി, ഇന്ന് നിനക്ക് ശുഭരാത്രി, സുഖനിദ്ര. ഈ വീട്ടിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞ് അത് ഞങ്ങളുടേതായിരിക്കും. അതെന്റെ ഒരു വാശിയാണ്. അച്ഛമ്മയുടെ ഓഫർ ഞങ്ങൾക്ക് തന്നെ കിട്ടും. അടിപൊളിയായിട്ട്. ഓക്കേ. ഈ ശ്രുതി എന്താ വരാത്തത്? ഇവിടെ എന്തെടുക്ക? മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. പോയി അവളെ എടുത്തുകൊണ്ട് വന്ന് നേരെ ഈ ബെഡിലേക്ക് ഇടിഞ്ഞാൻ. എന്നിട്ട് ശ്രുതി, ഇവളുടെ എവിടെ പോയി? ശ്രുതി, ഇവളുടെ എവിടെ പോയി? പാല്. ഹായ്, ചൂട് പാല്. കറക്റ്റ് സമയത്താ ഞാൻ ഇവിടേക്ക് വന്നത്. ഒരു ഗ്ലാസ് പാലിന്റെ കുറവുണ്ടായിരുന്നു. ഇന്ന് രാത്രി മുല്ലപ്പൂ സുഗന്ധം മാത്രം പോരാ, പാലിന്റെ മധുരവും വേണം. ഇന്ന് ശ്രുതിക്കൊരു സർപ്രൈസ് ആവും. ഇത് രേവതി സച്ചിക്ക് വേണ്ടി ചൂടാക്കി വെച്ചതായിരിക്കും. അവൻ ഇന്ന് ചൂടുവെള്ളം കുടിച്ചാ മതി. ഞാനും എന്റെ പ്രിയതമയും ഇന്ന് ഇത് കുടിക്കും. ഓ, ചൂട് പാലോ മുല്ലപ്പൂ. എനിക്ക് വയ്യ. എന്തിനാ അടുക്കളയില്ല? ഇനി ശ്രുതിയെ നോക്കി വന്നതാണോ? ടെറസിലാണെങ്കിൽ സാരിയും ബ്ലൗസും ഒന്നും ഇല്ലല്ലോ. ശ്രുതി എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? ചിലപ്പോ എന്നെ പറ്റിച്ചതായിരിക്കും. അവള് പറഞ്ഞ ഉടനെ ടെറസിലേക്ക് ഓടിപ്പോയി എന്നെ പറഞ്ഞ മതിയല്ല. പാത്രത്തിലുണ്ടായിരുന്ന പാൽ എവിടെ? ആരാ എടുത്ത്? ശ്രുതി ആയിരിക്കും. അവള് പാല് വേണ്ടെന്നല്ലേ പറഞ്ഞു. ഇനി അവളുടെ ഭർത്താവായിരിക്കോ? ചിലപ്പോ അദ്ദേഹം ആയിരിക്കും എടുത്ത്. എന്തായാലും വേറെ പാലെടുക്കാം. എന്നാലും പാല് ഇതെവിടെ പോയി? രേവതി എന്താ ഇവന് പാലുണ്ടെന്ന് കൊടുക്കാത്ത? എന്താ ഫോൺ നോക്കിയൊരു ചിരി? ഡ്രൈവേഴ്സ് ഗ്രൂപ്പിലെ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോമഡി കുറച്ച് കൂടുന്നുണ്ട്. ദാ പാല് കുടിക്കും. എന്തിനാ എനിക്കൊന്നും വേണ്ട. രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നതല്ലേ, ക്ഷീണം മാറും. ഉന്മേഷത്തിന് നല്ലതാ. ദാ കുടിക്ക. ആ ഉന്മേഷത്തിന് വേറെ സാധനം നല്ലത്. ആ സാധനം ഇനി നിങ്ങൾ കൈകൊണ്ട് തൊടൂല. തൊട്ടാലേ അപ്പൊ ഞാൻ അച്ഛനോട് പറയുമല്ലോ. അച്ഛമ്മയും വിളിച്ചു വരുത്തും. പോടില്ല. എന്നാ പിന്നെ നല്ല കുട്ടിയായിട്ട് പാല് കുടിക്കും. എന്താ ചേട്ടാ കുടിക്കാതെ മാറ്റി വെക്കുന്നേ? നിനക്കെന്ത് പറ്റി വയ്യേ? വേണമെങ്കിൽ വീട്ടിൽ പോയ വർഷം തിരികെ വന്നല്ലോ, സന്തോഷം. തിരികെ വരുത്തിച്ചതാ. ഡയമണ്ട് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഏത് പെണ്ണാ വരാത്തെ? അതെ, എല്ലാ പെണ്ണുങ്ങളും സ്വർണത്തിലും ഡയമണ്ടിലും ഒക്കെ വീഴുമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. ശ്രീകാന്ത് ഡയമണ്ട് മോതിരം കൊടുത്തോണ്ടല്ലേ വർഷം തിരികെ വന്നേ? അതുകൊണ്ടൊന്നും അല്ല. സ്വർണവും ഡയമണ്ടും ഡ്രസ്സും ഒക്കെ കണ്ട് മയങ്ങുന്നവരെ പെണ്ണുങ്ങളെന്ന് ആണുങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിനോടൊന്നും ഒരാർത്തിയും ഞങ്ങൾക്കില്ല. സ്വർണ്ണക്കട കൊണ്ട് തുണിക്കട കൊണ്ട് നാട് നിറഞ്ഞിരിക്കുക. നിങ്ങളെ കണ്ടിട്ടില്ല അതൊക്കെ തുടങ്ങിയേ. കല്യാണത്തിന് നിങ്ങൾ എത്ര ആഭരണങ്ങൾ എടുത്തേ? ഞങ്ങളാണല്ലോ ഒരു മാലയും ഒരു മോതിരം ഇട്ടാലായി. കല്യാണം കഴിക്കുമ്പോ ഇത്ര പവൻ സ്വർണം വേണം, ഇന്ന ഡ്രസ്സ് വേണമെന്നൊന്നും ഒരു പെണ്ണും പറയാറില്ല. എല്ലാവരും ചേർന്ന് അവളെ നിർബന്ധിച്ച് അണിയിക്കുന്നതാ ഓരോ നാട്ടു നടപ്പ്. പക്ഷെ എല്ലാ കുറ്റവും പെണ്ണുങ്ങൾക്കാ. നിങ്ങൾ ആണുങ്ങൾ പിന്നെ മാന്യന്മാരാണല്ലോ. സ്വർണ്ണക്കടകളിലും തുണിക്കടകളിലും ഒക്കെ ഞങ്ങൾ കയറുന്നുണ്ടാവാം എന്ന് കരുതി ഞങ്ങൾക്ക് അതിനോട് ആർത്തിയൊന്നുമില്ല. പിന്നെ നിങ്ങള് ദിവസവും ആർത്തിയോടെ കയറുന്ന ഷോപ്പിന്റെ പേര് ഞാൻ പറയണോ? പറഞ്ഞു കൊടുക്ക അവിടം വരെ എത്തിയല്ലേ? ഇനി കിടക്കണം നല്ലത്. മദ്യ ഷോപ്പ്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെ കയറുന്നത്. നിങ്ങൾ പിന്നെ ദിവസവും കയറി ഇറങ്ങി നടക്കല്ലേ? എന്റെ അമ്മോ, ഞാൻ കിടക്കും. സച്ചിട്ടാ പാല് പിടിച്ചിട്ട് കിടക്ക്. വേണ്ട, ഇപ്പൊ